ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധത്തിൽ ഇന്നും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയെന്ന് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ അറിയിക്കുന്നു. മുട്ടത്തറയിൽ സ്ലോട്ട് കിട്ടിയ 21 പേരും ഇന്ന് ടെസ്റ്റിനെത്തിയില്ല. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിനടുത്താണ്. ഇവിടെയായിരുന്നു സാധാരണ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താറുള്ളത്. രാവിലെ കൃത്യസമയത്ത് തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ എത്തിയിരുന്നു. പക്ഷേ ഇന്ന് 21 പേർക്കാണ് സ്ലോട്ട് അനുവദിച്ചിരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട്. പക്ഷേ അവരാരും തന്നെ ഇന്ന് ടെസ്റ്റിനായി എത്തിയിരുന്നില്ല. ഇന്ന് 10:30 വരെയാണ് ഈ ടെസ്റ്റിൽ സ്ലോട്ട് കിട്ടിയവർക്ക് ഈ ടെസ്റ്റിനുള്ള ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം. അതിനുള്ളിൽ എത്തിയില്ലെങ്കിൽ ഈ MVD ഉദ്യോഗസ്ഥർ ഇത് റദ്ദ് ചെയ്ത് മടങ്ങുകയാണ് പതിവ്. എന്തായാലും ഇവിടെ സംയുക്ത തൊഴിലാളികളുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. ഇവർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതുപോലെ ഇവരുടെ ഈ അശാസ്ത്രീയമായിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഈ പരിഷ്കാരം ഇത് ഉപേക്ഷിക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ച് 7ാം ദിവസവും സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പരിഷ്കരണം അനുസരിച്ച് ടെസ്റ്റ് നടത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് പക്ഷേ അറിയിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന കഴിഞ്ഞ ദിവസം ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നു. വേണ്ടി വന്നാൽ പോലീസ് സഹായം തേടി ടെസ്റ്റുകൾ നടത്താനാണ് മോട്ടോർ വകുപ്പിന്റെ തീരുമാനമെന്നും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പോലീസിന്റെ സംഘവും എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം കൈവിട്ടു പോവുകയാണെങ്കിൽ തടയാനായി പോലീസ് സംഘം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് സ്ലോട്ട് കിട്ടിയ ആരും എത്താത്തതിനാൽ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നുണ്ടാവില്ല. എസ് കെ.